സ്വാതന്ത്ര്യമെന്നാൽ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്കവരും അതിനെ ഭയപ്പെടുന്നത് എന്ന ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സുവ്യക്തമാകണം തീരുമാനം. ശത്രുരാജ്യത്തെ ആക്രമിച്ച് സമർത്ഥരായ യുവാക്കളെ തങ്ങളുടെ രാജ്യത്ത് കൊണ്ടുപോയി സൈന്യത്തിൽ ചേർക്കുക എന്നത് അവരുടെ വിനോദമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് മികച്ച പരിശീലനവും ഭക്ഷണവും ലഭിക്കുന്നതുകൊണ്ട് ആരും എതിർക്കാറുമില്ല. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഒരു യുവാവ് പറഞ്ഞു, "ഞങ്ങൾ സസ്യാഹാരം മാത്രമേ കഴിക്കൂ." കൂടെയുള്ള നൂറുകണക്കിന് ആളുകൾ മാംസാഹാരം കഴിക്കാൻ തയ്യാറായെങ്കിലും അയാൾ മാത്രം വഴങ്ങിയില്ല. ശാരീരിക ക്ഷമതയ്ക്ക് മാംസാഹാരം നിർബന്ധമാണെന്ന് അവർ പറഞ്ഞപ്പോൾ അടുത്തയാഴ്ച ആരുമായും ഒരു മത്സരത്തിന് തയ്യാറാണെന്ന് അയാൾ വെല്ലുവിളിച്ചു. മറ്റെല്ലാ പരിശീലനങ്ങളും മുടങ്ങാതെ ചെയ്ത അയാൾ മത്സരത്തിൽ അവരെയെല്ലാം തോൽപ്പിച്ച് വിജയിയായി. എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലാകും പലപ്പോഴും എന്തിനെയെങ്കിലും സ്വീകരിക്കുന്നതും മാറ്റി നിർത്തുന്നതും. അത് ചിലപ്പോൾ ഉറച്ച ബോധ്യത്തോടെയുള്ള തീരുമാനമാകാം, താൽക്കാലിക നേട്ടത്തിൻ്റെ പ്രലോഭനം കൊണ്ടാകാം. ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള തീരുമാനങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ടാകില്ല. തീരുമാനങ്ങൾ എടുക്കുന്നവരല്ല, അവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ മാത്രമാണ് തങ്ങളുടെ യാത്ര പൂർത്തിയാക്കുന്നത്. ഒരു വശീകരണത്തിനും വിധേയനാകാതെ ജീവിക്കണമെങ്കിൽ അസാധാരണ സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാകണം. പ്രലോഭനത്തിന് വഴങ്ങി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ സ്വയം ചോദിക്കണം, ഇത്രയും നാൾ അത് ഒഴിവാക്കിയത് എന്തുകൊണ്ടെന്ന്. പ്രലോഭനത്തിന് വഴങ്ങി മറ്റൊരു കാര്യം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോഴും സ്വയം ചോദിക്കണം, എന്തുകൊണ്ടാണ് ഒരിക്കൽ അത് സ്വീകരിച്ചതെന്ന്. ആരും എടുക്കാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതല്ല, ആരും പിന്തുണയ്ക്കാനില്ലെങ്കിലും എടുത്ത സുവ്യക്തമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് വ്യക്തിത്വം. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.